കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിന്റെ തേർഡ് പാർട്ടായിട്ട് വന്നേക്കാണ്. പക്ഷേ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് കണ്ടന്റ് എല്ലാം കുറവാണ്, നിങ്ങൾ വ്യൂവേഴ്സും കുറവാണ്, എല്ലാം കുറവാണ്, ലൈക്കും അടിക്കുന്നില്ല കണ്ടിട്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ 2K ആണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ്, അതെങ്കിലും ഒന്ന് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വേറൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക. എന്നിട്ട് പറയാ ഇത് പുതിയ അക്കൗണ്ടാണ്, നല്ലതാണ്, കാണാന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ചുമ്മാ തള്ളിന് മറിച്ചോളി. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം. അതുകൊണ്ട് ജില്ലല്ലേ സീനല്ലേ. പിന്നെ ഇടയ്ക്ക് വേറെ അവരുണ്ട്. മൈൻഡ് ചെയ്യാൻ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് അയണൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ അയൺ കിട്ടിയായിട്ടുണ്ടായിരുന്നു. ഓ ഭാഗ്യം, വെള്ളത്തിലെ വിട്ടേണ്ട കുഴപ്പമില്ല. നമുക്ക് ഇനി കുറച്ചുകൂടി ഇന്നത്തെ പരിപാടി ചിലപ്പം നമ്മളെ മൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് അവിടുന്ന് വേറെ മോബിൽ പോയിട്ട് മരത്തിന്റെ ഇതെല്ലാം കൊണ്ടുവന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ഞാനവിടെ കൊണ്ട് നട്ടു വെച്ച്. മറ്റേ മഡ് ഞാൻ ഇവിടുന്ന് കുറച്ച് കളക്ട് ചെയ്തായിരുന്നു. ആ മഡിനകത്ത് നട്ടു വെച്ചു. ആ മഡ് ആദ്യം ഇതിനകത്ത് കുഴിച്ചിട്ട് ചിലതിനകത്ത് ഇങ്ങനെ തന്നെ വെച്ച് മണ്ണുണ്ടാക്കി. ഇപ്പോൾ വില്ലേജിനകത്തൊന്ന് ഞാൻ മാറി. ഏകദേശം ലുക്ക് കണ്ടോ നിങ്ങളുടെ വീട്. ഇനി നമുക്ക് പിന്നെ അണ്ടർഗ്രൗണ്ട് ബേസ് ആയിട്ട് പണിയണം എന്നുള്ളവര് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇനിയും ഇതിനെ മണ്ടയിലോട്ട് നല്ല നിലയായിട്ട് കെട്ടുവാണെങ്കിൽ വേറെ അതിനും കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടുന്ന് വേറൊരു ഐഡിയ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ചെയ്യണമെന്ന്. അതായത് ഞാൻ അടിയുന്ന് അയ്യോ ഇവിടെ എത്തി ഒരു മിനിറ്റ്. ഈ വീടിന്റെ അകത്തുനിന്ന് ആ നടുക്ക് ഭാഗത്തുനിന്ന് മണ്ടയിലോട്ട് ഒരു ട്രീ വളർത്തും. ആ വളർത്തുന്ന ട്രീയുടെ പൊങ്ങുന്ന ട്രീ അനുസരിച്ച് മണ്ടയിലോട്ട് നമ്മൾ അതിന്റെ ഇതിനകത്ത് ലീഫിന്റെ അകത്ത് മഡ് വെച്ചിട്ട് വീണ്ടും അതിനെ പൊക്കി പൊക്കി വളർത്തി ഏറ്റവും അവസാനം നല്ല വലുതാകുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ മണ്ടയിൽ ട്രീ ഹൗസ് കിട്ടും. അത് അങ്ങനെ വേണമെന്നുള്ളവര് അതും കമന്റ് ചെയ്യാം. അത് നമ്മളെ സെറ്റായിട്ട് പണിയായിരിക്കും, കിടിലം വൈബായിരിക്കും. വേണ്ടാന്നാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിട്ടേക്കാം. നമ്മളൊക്കെ ഇനി ആദ്യം വേണ്ടത് കുറച്ച് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഒരു ഡയമണ്ട് കിട്ടി, പിന്നെ കുറച്ച് അയൺ കിട്ടി. ഞാൻ ഉണ്ടായിരുന്ന കോളിനെല്ലാം കൂടി ഞാൻ ടോർച്ച് ഉണ്ടായിരുന്നു. ഗോൾഡും കിട്ടി. ഗോൾഡായിട്ട് നമുക്കപ്പോൾ ഒരു പരിപാടി ചെയ്യാം. നമുക്കിനി നെതറിലോട്ട് പോകാൻ ശ്രമിക്കാം. എന്തായാലും ഗോൾഡ് കിട്ടി. ഇനി നെതറിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്, ബെറ്റർ. കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത് പോയിട്ട് ട്രെയിൻ ചെയ്യാൻ കുറച്ചുകൂടി വുഡ് നമുക്ക് കളക്ട് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും ദാരിദ്ര്യം വുഡിനാണ്, വേറെ ഒന്നിനൊരു കുഴപ്പമില്ല. ഏറ്റവും ദാരിദ്ര്യം വുഡിനാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കളക്ട് ചെയ്യാൻ പോവാം. ഞാൻ അതിനായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിന്റെ അടിയിലോട്ട് പോകണം. ഞാൻ അതായത് ഇവിടെ നല്ല അണ്ടർഗ്രൗണ്ട് റിയാലിറ്റി തുടങ്ങുന്നത്. ഇത് ഇവിടെ നമ്മളൊരു ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ബേസ് ആയിട്ട് കെട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിയിലോട്ടാണ് ഇനി നമ്മുടെ അണ്ടർഗ്രൗണ്ട് വരുന്നത്. ഞാൻ എത്രയാ 13 എന്തായാലും 0യുടെ താഴെ പോയിട്ട് ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എന്നാലും നമുക്ക് ഇനിയും ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാനുള്ള ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം അതും കമന്റ് ചെയ്യാം. മൊബൈൽ കളിക്കാൻ ഏത് ഗെയിമായാലും നമ്മൾ അത് അപ്പം തന്നെ കളിക്കുന്നതായിരിക്കും. എന്താ പരിപാടി നമുക്ക് ഞാൻ ചെയ്യാം. അത് പിന്നെ മണ്ണഭാഗം ഇതാക്കാം. അത് നമുക്ക് ഈ ഗോൾഡ് പ്രശ്നം
കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വീഡിയോ ഇടാൻ നേരത്ത് മൈക്ക് ഓൺ ചെയ്തു, ബട്ട് സിസ്റ്റത്തിലെ വോളിയം അതും ഓൺ ആക്കിയില്ല. അതുകൊണ്ട് അതിനകത്ത് ആ സൗണ്ട് എഫക്റ്റിനകത്ത് ഒരു ചെറിയ ബ്ലറർ പോലെ ഫീൽ ചെയ്യുന്നത്. അതിപ്പോ ഇതിനെ പ്രാവശ്യത്തെ ഞാൻ ശരിയാക്കി. ഇനി എന്താ ഇത് തീർന്നു. എന്റെ ഇനിയും ഉണ്ട്. ഡയമണ്ട് അല്ല ഇത്. കോള് കിട്ടി. മടുത്തു. വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് കൂടി മടുപ്പാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഈ വീട് ഇത്രയാക്കിയത്. ഇനി ഞാൻ വീടുണ്ടാക്കുന്ന വീഡിയോ അധികം കാണിക്കുന്നില്ലായിരിക്കും. നമ്മളിനി അടുത്തത് കേവ് എക്സ്പ്ലോർ ഒക്കെ ആയിരിക്കും. ഞാൻ ഒരു മാപ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതിന്റെ ഒക്കെ പരിപാടി നമ്മളൊരു ഉടനെ തന്നെ നമുക്ക് അവിടെയൊക്കെ പോകണം. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കിനി മൈനിങ് കിട്ടാം. കുറച്ച് റെയിലും കൂടി ഉണ്ടാക്കാം. റെയിലും മറ്റും അത് കുറച്ച് നല്ല കാര്യമാണ്. ഐറ്റംസ് വേണം. അതിന് ആർമറാവും ഉണ്ടല്ലേ. ഇതെല്ലാം ഒഴിച്ച് അവസാനം പോകും. ഒരു ക്രാഫ്റ്റിന്റെ നമ്മുടെ ഇതിവിട്ടിരുന്നോട്ടെ. ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ വന്ന അത് തന്നെ മൈനി തീർന്നല്ലോ. സാരമില്ല. വുഡ് കൂടി നമുക്ക് വെച്ചേക്കാം. കുറച്ച് നോട്ടെ സംതിങ് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലേ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അത്യാവശ്യമാണ്. ക്രാഫ്റ്റിംഗ് ടേബിളിനുള്ള കുറച്ചുണ്ട്. ഓക്കെ മതി തൽക്കാലത്തേക്ക്. ഇത് നമുക്കല്ലാതെ വേറെ അയ്യോ തെറ്റുണ്ട്. പൊട്ടത്തര കാണിച്ചേ. അതൊക്കെ മതി. എണ്ണം പോരായിരിക്കും. ബാക്കി ഇത് പിന്നെ ഒന്നും അല്ലേ. ഒരു മിനിറ്റ്, നമുക്ക് ഈ സാധനം അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടിയാലോ.
എന്തോ ചെയ്യും. പോ പോ പോ. എവിടെ പോണോടാ? എങ്ങോട്ട് പോണം? ഇതിലൂടെ പോണം. ഇതിലൂടെ പോവാ. ഇതെങ്കിലും എന്താവല്ലേ. എന്തായില്ല. അതെന്തായിരുന്നു? ഇതൊരു ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്ന ഒരു കേവാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേവിന് ഞാൻ അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു, പക്ഷെ അവിടെ എല്ലാം എന്താ. പിന്നെ എൻ്റെ ഇല്ലാത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലോട്ടാണ്. അതിൻ്റെ അടിയിലോട്ട് കുറച്ച് പോയായിരുന്നു, കുറച്ച് മൈനും പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. ഇതിലൂടെ അങ്ങനെ പ്രശ്നം നടക്കുന്നില്ല. ഒന്നുമില്ല. ഇതെന്താ പക്ഷെ ഡെയിലി സ്റ്റോൺ കിട്ടുവാനായിരുന്നു കൊള്ളായിരുന്നു. അറിയാൻ കമന്റ് ചെയ്യാനുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മടുപ്പാവുന്നുണ്ടോ എന്നും കൂടി ഒന്ന് പറയണം. മടുപ്പാവുന്നുണ്ട് വേറെ എന്തെങ്കിലും ഗെയിം ഉണ്ടായാൽ അതിനോട് പറയാം, ഞാനത് കളിക്കാം. അയൺ കിട്ടി. അയൺ അതൊക്കെ ഒരു മിനിറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു കേവ് ഇല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു അതിന് വേണ്ടിയാണോടാ? ഇപ്പൊ ചത്താൻ ഒന്ന് ലാഭ വരുമോ നോക്കണം. ലാഭ വന്ന പണി. ഓക്കെ ഫൈനലി അത് കളഞ്ഞു. കുറച്ച് ഇപ്പൊ ചാവേണ്ടതായിരുന്നു, ചത്തില്ല ഭാഗ്യത്തിന്. വീണ്ടും പോയി. ഗോൾഡ് അല്ലേ കണ്ട, പക്ഷെ നമുക്ക് അതിന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടായാലോ? നിങ്ങളെല്ലാം
അമ്മേ അയ്യോ ആ കണ്ട തീർത്തനല്ലേ ഇവിടെ എനിക്ക് കുറച്ച് ട്രിക്ക് അറിയാം. നമ്മളിവിടുന്ന് ഈ ലാവയുള്ള സ്ഥലത്തുനിന്ന് കുറച്ച് ഗ്ലാസ് എടുത്തിട്ട് ഇതിന്റെ അടിയിലൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ സ്ഥലം കാണാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ അറിയാമെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു. നമ്മളിപ്പോ -49 നിൽക്കുന്നത്. -49. എന്റെ മോനെ ഓക്കെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നേരത്തെ കണ്ട ഗോൾഡും പോയി മൈൻ ചെയ്യണം. അതോടെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ആദ്യം നമുക്ക് പോയിട്ട് ഗോൾഡ് കണ്ട ഓക്കെ ആ ഗോൾഡ് കണ്ടു. ചേർക്കാൻ ഓക്കെ അപ്പം ഈ ഒരു പാത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. ഇനി അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പാർട്ട് 4. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിമാണ് കളിക്കാൻ